ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചക്കോലത്താണ്ട. അതിനായിട്ട് ഞാൻ പച്ചച്ചക്ക നന്നാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചക്കയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു കുറച്ച് മൂത്തതാരനാവുന്ന ഒന്നോ രണ്ടോ ഒന്ന് വിസിലേൽപ്പിക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് ഈ ചക്കക്കുരു കുക്കറിലേക്ക് ഇടുകയാണ്. ചക്കക്കുരു ഞാനൊന്ന് കഴുകണ്ട കേട്ടോ, അതിനകത്തൊന്ന് ചെറുതായിട്ട് മണ്ണും പൊടിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊന്ന് കഴുകി ഇത് വേവാനുള്ള ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല, ചിലപ്പോൾ എന്തില്ലെങ്കിലാ പിന്നെ ഇടാം ഉപ്പ്. ഒന്നോ രണ്ടോ വിസിലൊന്ന് കേൾപ്പിക്കട്ടെ കേട്ടോ. ഞാൻ ചക്കച്ചോളയെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മണ്ണുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി പോയിട്ടുണ്ട് കേട്ടോ നല്ലോണം. ഒരു വിസിൽ കേൾപ്പിച്ചിട്ടുള്ള കേട്ടോ, കാരണം ചക്കയും കൂടി ഇട്ട് വേവിക്കാനുള്ളതല്ലേ. അപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണം കേട്ടോ, ഈ വെള്ളം തന്നെ മതി. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കൊന്ന് 2 വിസിലേപ്പിച്ചൊന്ന് എടുക്കാം കേട്ടോ, അപ്പോഴേക്കും വെന്ത് വരും എല്ലാവരും കൂടി. ചക്ക വേവണ സമയം കൊണ്ട് നമുക്ക് ഉലത്താനായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-11 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി അധികം അത്ര നല്ല ടേസ്റ്റാണ്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 10-15 ഒരു 6-7 വറ്റൽമുളക് പൊടിച്ചാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ വറ്റൽമുളക് പൊടിച്ചത് ഇല്ലാത്തതുകൊണ്ടാണ് അതിന് വറ്റൽമുളക് എടുത്തേക്കണം. ഇത് നല്ലോണം നമുക്ക് ചതച്ചെടുക്കാം. വിസിൽ കേട്ടിട്ടുണ്ട് കേട്ടോ, നല്ലോണം വെന്തിട്ടുണ്ടാവും. വെന്തിട്ടുണ്ട്. ഇതേ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഇതേ വെള്ളമൊക്കെ വറ്റി ഇരിപ്പുണ്ട്. നമുക്കിത് ഒലത്താനായിട്ട് ഇനി ചീനിച്ചട്ടി വെക്കാം കേട്ടോ. ചീനിച്ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാടൻ വിഭവമൊക്കെ ആയിട്ട് ഇത്ര അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി മുളക് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയധികം ഉള്ളി മുളക് എടുത്തിട്ടുണ്ട്. എരിവിത്തിരി അധികം ഇരുന്നോട്ടെ, ഇങ്ങനത്തെ വെളുപ്പിനൊക്കെ നല്ലതാ എരിവിത്തിരി അല്പം. നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. വെളുത്തുള്ളി 2-3 അല്ലി കൂടുതൽ ഇടുന്നോട്ട്. ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക്, വയറിനൊക്കെ കംപ്ലൈൻറ്റ് ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ചക്കയും കിഴങ്ങൊക്കെ ഒലത്തുമ്പോൾ ഇത്തിരി വെളുത്തുള്ളി അധികം ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ അധികം ഇടാറുണ്ട് വെളുത്തുള്ളി. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടേത് ഉള്ളി മുളകെല്ലാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം കിടന്നൊന്ന് മൊരിയട്ടെ കേട്ടോ. ഉള്ളി മുളകൊക്കെ നല്ലോണം മൊരിഞ്ഞെടുക്കും. നമുക്ക് ഇനി വെന്ത ചക്കയാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം, മുളകും ചക്കയും എല്ലാവരും കൂടി. ഞാൻ ഉള്ളി മുളകൊക്കെ മുരിഞ്ഞ നല്ല സ്മെല്ല്. ഉള്ളി മുളകൊക്കെ മുരിഞ്ഞ ആ വെളിച്ചെണ്ണയുടെയൊക്കെ വേപ്പിലയുടെയൊക്കെ ഇല്ലേ. ഇപ്പം ചക്കയുടെയൊക്കെ സീസൺ, എല്ലാവരും ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഉലത്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ കേട്ടോ, ഈ എരിവും ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ നല്ലോണം. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കവലത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.